ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് ചാപ്റ്ററിൻ്റെ 4th പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്സ് ഇതൊക്കെയാണ്: കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ്, മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ഇൻട്രൊഡ്യൂസിങ് റീകോമ്പിനൻറ്റ് DNA ആൻഡ് പ്രോസസ്സസ് ഓഫ് rDNA ടെക്നോളജി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയുടെ ടൂൾസാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം ഡിസൈഡ് ജീൻ സെഗ്മെൻ്റ് എന്ന് പറഞ്ഞു. ആ ജീൻ സെഗ്മെൻറ്റിനെ സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കണമെന്ന് പറഞ്ഞു. കട്ട് ചെയ്തെടുത്ത DNA ഫ്രാഗ്മെൻറ്റിനെ ഒന്നുകിൽ ഒരു വെക്റ്ററിൻ്റെ DNAയിലേക്ക് ചേർത്ത് വെക്കണം, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ ജീനോമിലേക്ക് ചേർത്ത് വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റിനെ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് മുറിച്ചെടുത്ത് ലിഗേസ് എൻസൈം ഉപയോഗിച്ച് വെക്റ്റേഴ്സിലേക്ക് കൂട്ടിച്ചേർക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ DNA അല്ലെങ്കിൽ ജീനോമിൻ്റെ ഭാഗമാക്കി മാറ്റണം. അതാണ് rDNA ടെക്നോളജി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എൻസൈംസിനെ പറ്റിയും അതുപോലെ വെക്റ്റേഴ്സ് അവയുടെ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞു. ഇനി നമ്മൾ പറയുന്നത് ഹോസ്റ്റ് ഓർഗാനിസമാണ്. rDNA ടെക്നോളജിയിൽ ഹോസ്റ്റ് സെൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു rDNA അല്ലെങ്കിൽ റീകോമ്പിനൻറ്റ് DNA ഉൾക്കൊള്ളാൻ കഴിവുള്ളതും ഉൾക്കൊണ്ട rDNA മൾട്ടിപ്ലിക്കേഷന് വിധേയമായി സെവറൽ കോപ്പീസ് എടുക്കാനും കഴിവുള്ള തരം സെൽസാണ് ഹോസ്റ്റ് സെല്ലായിട്ട് rDNA ടെക്നോളജിയിൽ കണക്കാക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ സെല്ലിന് ചില സ്വഭാവ ഗുണങ്ങളുണ്ടായിരിക്കണം. അവ സിമ്പിളായിരിക്കണം, ഹാംലെസ് മൈക്രോ ഓർഗാനിസംസ് ആയിരിക്കണം, നോൺ പാത്തോജനിക് ആയിരിക്കണം. അഥവാ പാത്തോജനിക് ബിഹേവിയർ ഉണ്ടെങ്കിൽ ആ പാത്തോജനിക് ബിഹേവിയർ ഇല്ലാതെയാക്കി വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഹോസ്റ്റ് സെൽ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഏകകോശ ജീവികളായ ബാക്ടീരിയ, ഈസ്റ്റ് മുതലായവയാണ്. ഏറ്റവും കോമൺലി യൂസ്ഡ് ഹോസ്റ്റ് ഓർഗാനിസം എന്ന് പറയുന്നത് എസ്ചെരീഷ്യ കോളയാണ്. ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് in recombinant DNA technology. So what is a host cell in recombinant DNA technology? The host cell എന്ന് പറഞ്ഞാൽ a cell that is allowed to multiply, that is a cell where the recombinant DNA is allowed to multiply and to produce several copies. ഇനി ഒരു ഹോസ്റ്റ് സെല്ലിനെ ഒരു rDNA സ്വീകരിക്കാൻ നോർമലി കഴിവില്ല. അപ്പോൾ അതിന് ആ ഹോസ്റ്റ് സെല്ലിനെ പ്രാപ്തമാക്കണം. rDNA ഉൾക്കൊള്ളാനുള്ള കഴിവ് അതിന് നേടിക്കൊടുക്കണം. അങ്ങനെ കഴിവുണ്ടാക്കിയെടുക്കലാണ് നമ്മൾ പറയുന്നത് ഹോസ്റ്റ് ഈസ് മെയ്ഡ് കോമ്പീറ്റൻറ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് rDNA. DNA എന്ന് പറയുന്ന ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്. അതുകൊണ്ട് തന്നെ ലിപ്പിഡും ഫോസ്ഫേറ്റും കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പ്ലാസ്മ മെംബ്രെയിൻസിലൂടെ ഒന്നും അതിന് കടന്നു പോകാൻ എളുപ്പമല്ല. സോ ബാക്ടീരിയൽ സെല്ലിലേക്ക് നമുക്ക് ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് സെല്ലിലേക്ക്, സിംഗിൾ സെല്ലിലേക്ക് കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് ആക്കി മാറ്റണമെങ്കിൽ, ആ സെൽസിനെ കോമ്പീറ്റൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അവയുടെ സെൽ മെംബ്രെയിനിലൂടെ നോർമലി DNAക്ക് കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സെൽ വോളിൽ അല്ലെങ്കിൽ അതിൻ്റെ സെൽ മെംബ്രെയിൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തിയെങ്കിൽ മാത്രമേ റീകോമ്പിനൻറ്റ് DNA അകത്തേക്ക് കടക്കാൻ പറ്റൂ. ഇനി അകത്തേക്ക് കടന്ന റീകോമ്പിനൻറ്റ് DNA അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിലും അതിന് ആ സെല്ലിനുള്ളിൽ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിനെ ഒരു റീകോമ്പിനൻറ്റ് DNA ഉൾക്കൊള്ളാൻ പ്രാപ്തമാക്കലാണ് കോമ്പീറ്റൻറ്റ് ഹോസ്റ്റ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഹോസ്റ്റ് ഈസ് മെയ്ഡ് കോമ്പീറ്റൻറ്റ് ടു റിസീവ് rDNA. നോക്കാം. DNA is a hydrophilic molecule. It cannot pass through the cell membranes. So the bacterial cell must first be made competent to take up the DNA. ആ DNA ഉൾക്കൊള്ളാൻ അതിന് കഴിവുണ്ടാക്കണം. സാധാരണയായിട്ട് ഈ ഹോസ്റ്റ് സെല്ലായിട്ട് ഉപയോഗിക്കുന്നത് ബാക്ടീരിയൽ സെൽസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ മറ്റേതെങ്കിലും സെല്ല് ഉപയോഗിക്കാം, വൈറസുകളെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ വൈറസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെ
അവയുടെ പാത്തോജനിക് ബിഹേവിയർ ഇല്ലാതെ ആക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു നോൺ പാത്തോജനിക് സെൽസിനെയാണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നോൺ ഹാംഫുൾ സെൽസിനെയാണ് ഹോസ്റ്റായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അഥവാ അവ ഹാംഫുൾ ആണ് എങ്കിൽ അവയുടെ ഹാംഫുൾ ആക്ടിവിറ്റി കാരണമായ ജീൻ എന്തെന്ന് കണ്ടെത്തി അതിനെ മാറ്റി അതിനെ ഹാംലെസ് ആക്കിയിട്ട് വേണം ഹോസ്റ്റായിട്ട് ഉപയോഗിക്കാൻ. സോ ഡിസാംഡ് പാത്തജൻ വെക്റ്റേഴ്സ് ക്യാൻ ബി അലൗഡ് ടു ഇൻഫെക്റ്റ് ദ സെൽ ടു ട്രാൻസ്ഫർ ദ റീകോമ്പിനൻറ്റ് DNA ഇൻ ടു ദ ഹോസ്റ്റ്. അതായത് ഹോസ്റ്റ് സെല്ലിലേക്ക്, ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് ആ റീകോമ്പിനൻറ്റ് DNA ഡയറക്റ്റായിട്ട് നമുക്ക് കൊടുക്കാം, അല്ല എങ്കിൽ ഇൻഡയറക്റ്റായിട്ട് കൊടുക്കാം. ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന മാർഗ്ഗങ്ങൾ നമുക്ക് പറയാം. ഇൻഡയറക്റ്റായിട്ട് കൊടുക്കുന്ന രീതികൾ ഏതാണ്? വെക്റ്റേഴ്സിനെ ഉപയോഗിച്ചാണ്. വെക്റ്റേഴ്സിനെ ആദ്യം കോമ്പീറ്റൻ്റ് ആക്കി വെക്റ്റേഴ്സിലേക്ക് DNA ഇൻകോർപ്പറേറ്റ് ചെയ്ത് ആ വെക്റ്റർ DNA ആണ് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കടത്തിവിടുക. അതിനായിട്ട് ഉപയോഗിക്കുന്ന വെക്റ്റർ DNA എന്ന് പറയുന്നത് ഒരു ഹാംലെസ് ഓർഗാനിസത്തിൻ്റെതാണെങ്കിൽ കുഴപ്പമില്ല. ഹാംഫുൾ ഓർഗാനിസം ആണെങ്കിൽ അതിനെ ഡിസ്ഹാം ചെയ്യണം, ഹാം ഇല്ലാതെയാക്കണം. അങ്ങനെയുള്ള വെക്റ്റേഴ്സിനെ വേണം ഉപയോഗിക്കാൻ. പാത്തോജൻസ് ആണ് അവ നോർമലി എങ്കിൽ അവയെ നോൺ പാത്തോജനിക് ആക്കി മാറ്റണം. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സ്. ഇനി എന്താണ് ട്രാൻസ്ഫോർമേഷൻ? നമ്മൾ പറഞ്ഞു ദ ഹോസ്റ്റ് ഈസ് മെയ്ഡ് കോമ്പീറ്റൻറ്റ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ വിത്ത് rDNA എന്ന് പറഞ്ഞു. എന്താണ് ട്രാൻസ്ഫോർമേഷൻ? rDNA ടെക്നോളജിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെല്ല് ഒരു തൻ്റേതല്ലാത്ത ഒരു DNA സ്വീകരിച്ച് ചേഞ്ച് ചെയ്യുമ്പോൾ, അതിൻ്റെ ഫീച്ചേഴ്സ് ചേഞ്ച് ചെയ്യപ്പെടുമ്പോൾ പറയുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ. നോർമലി ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായ സ്വഭാവം കാണിക്കുക. ദാറ്റ് ഈസ് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ആൻ ഓർഗാനിസം അക്വയേഴ്സ് എക്സോജീനസ് DNA. എക്സോജീനസ് മീൻസ് അതിൻ്റേതല്ലാത്ത പുറമേ നിന്നുള്ള DNA സ്വീകരിക്കാൻ പ്രാപ്തമാകണം. ആർട്ടിഫിഷ്യൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് പല മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? ഫോർ അപ്ടേക്കിംഗ് ദ എക്സോജീനസ് DNA. In cloning protocols, artificial transformation is used to introduce rDNA into host organism. സാധാരണയായിട്ട് ഹോസ്റ്റ് ഓർഗാനിസമായിട്ട് ഉപയോഗിക്കുന്ന ഈക്കോളൈ സെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് rDNA കൂട്ടിച്ചേർത്താൽ the cell will become transformed. So that is transformation in case of rDNA technology. ഇനി എന്താണ് ജനറ്റിക്? എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറിൻ DNA ഒരു ഹോസ്റ്റ് സെല്ലിൽ എത്തിയാൽ സംഭവിക്കുന്നതെന്ന് പറയാൻ പോകുന്നത്. വാട്ട് മോഡിഫിക്കേഷൻസ് ആർ occurring? There occur genetic modifications. ഒരു സെല്ലിൻ്റെ ജനറ്റിക് മോഡിഫിക്കേഷനാണ് നടക്കുന്നത്. എന്താ ആ മോഡിഫിക്കേഷൻ? അത് ഒരു പുതിയ DNA ഉൾക്കൊള്ളും. ഇൻവോൾവ്സ് ദ അപ്ടേക്ക് ഓഫ് ഫോറിൻ DNA. ആ DNAയുടെ റെപ്ലിക്കേഷൻ വിത്തിൻ ദ ഓർഗാനിസം. ആ ഫോറിൻ DNA ഹോസ്റ്റ് സെല്ലിൽ അതിന് കോപ്പീസ് എടുക്കുന്നു, അതായത് ക്ലോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ആ ക്ലോൺസ്, ആ DNA അതിന് തത്തുല്യമായ RNA പ്രൊഡ്യൂസ് ചെയ്ത് ആവശ്യമായ പ്രോട്ടീൻസ് ഉണ്ടാക്കിയെടുക്കുക, അതായത് ജീനിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ DNA അപ്ടേക്ക് ചെയ്യുക. DNA ഒരു സെല്ലിനുള്ളിലേക്ക് കടന്നു കിട്ടിയാൽ ആ DNA അതിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നു. ആ കോപ്പീസ് അതിൽ ആ ഓരോ DNA ഫ്രാഗ്മെൻറ്റും അതിന് ഒരു പർപ്പസ് കൊടുത്തിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകാനാണത്, അല്ലേ? ആ പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകാൻ വേണ്ടി ജോലി ആരെ ഏൽപ്പിച്ചാൽ വിടുക? RNA ആണ് ഏൽപ്പിക്കുക. ഒരിക്കലും DNA റിയാക്റ്റീവ് അല്ല. RNA പക്ഷേ ഹൈലി റിയാക്റ്റീവാണ്, സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. സോ DNA എല്ലായ്പ്പോഴും ന്യൂക്ലിയസിനുള്ളിലോ അല്ലെങ്കിൽ എവിടെയാണോ ഉൾക്കൊള്ളുന്നത് ആ ഭാഗത്ത് നിന്നുകൊണ്ട് കമാൻഡ് ചെയ്യുകയുള്ളൂ. കമാൻഡ് കൊടുക്കുന്നത് ആർക്കാണ്? RNAക്കാണ്. സോ RNA നിയോഗിക്കും എന്തിനു വേണ്ടി? ഒരു പ്രോസസ്സ് നടത്തി അതിൻ്റെ പ്രോഡക്റ്റായിട്ടൊരു പർട്ടിക്കുലർ പ്രോട്ടീൻ ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോറിൻ DNA സെഗ്മെൻ്റ് ഒരു സെല്ലിലേക്ക് ഇൻസേർട്ട് ചെയ്താലും നടക്കുന്ന അതാണ്. ആ DNA ആ സെൽ ഉൾക്കൊള്ളുന്നു, അതിൻ്റെ ജീനോമിൻ്റെ ഭാഗമാക്കുന്നു, അതിലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ്റെ സഹായത്തോടെ അതിൻ്റെ കോപ്പീസ് എടുക്കുന്നു. അതോടൊപ്പം റെപ്ലിക്കേഷൻ നടന്ന് DNA റെപ്ലിക്കേഷൻ നടക്കുന്ന പോലെ തന്നെ RNA ഫോർമേഷൻ നടക്കുന്നു, സ്യൂട്ടായിട്ടുള്ള പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നു. ഇനി ഒരു ഫോറിൻ DNA
ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അതായത് ഒരു സെല്ലിലേക്ക് ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല മാർഗങ്ങളുണ്ട്. അതായത് വൈറസിന് മുഖേന, ട്രാൻസ്ഡക്ഷൻ മുഖേന ഒരു ഫോറിൻ DNA ഉൾക്കൊള്ളാൻ ബാക്ടീരിയൽ സെല്ലിന് സാധിക്കുന്നുണ്ട്. ഈ കോളൈ സെല്ല്, ബാക്ടീരിയൽ സെല്ല് പിന്നെ വൈറസ് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ഒരു ഫോറിൻ DNA ഉൾക്കൊള്ളുന്നുണ്ട്. ദാറ്റ് ഈസ് ട്രാൻസ്ഡക്ഷൻ. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇനി ബാക്ടീരിയകൾക്കിടയിൽ കോൺജുഗേഷൻ എന്നൊരു പ്രോസസ്സ് നമ്മൾ പഠിച്ചതാണ്. സെക്ഷൽ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ബാക്ടീരിയയിലില്ല എന്ന് നമ്മൾ കഴിഞ്ഞ വർഷം ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അപ്പോൾ കോൺജുഗേഷൻ മുഖേന രണ്ട് ബാക്ടീരിയൽ സെൽസിനിടയിൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഒരു ബാക്ടീരിയ മറ്റൊന്നിലേക്ക് DNA കൊണ്ടു കൊടുക്കുകയും അത് ആ ഹോസ്റ്റ് സെൽ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാർഗ്ഗങ്ങൾ പലതുണ്ട്. അതിലൊന്ന് ട്രാൻസ്ഡക്ഷൻ യൂസിങ് ആൻ ഏജൻസി ഓഫ് വൈറസ്. പിന്നെ ബിറ്റ്വീൻ ബാക്ടീരിയ ഇറ്റ് മേ ഒക്കർ ബൈ കോൺജുഗേഷൻ. ഇനി ഇൻ അനിമൽ സെൽസ് അല്ലെങ്കിൽ മമേറിയൻ സെൽസ് ദാറ്റ് ഈസ് ഡൺ ബൈ ട്രാൻസ്ഫെക്ഷൻ. ട്രാൻസ്ഫെക്ഷൻ എന്ന് പറയുന്നത് യുക്കാരിയോട്ടിക് സെൽസിൽ, അതായത് പ്രധാനമായിട്ട് അനിമൽ സെൽസിൽ ഒരു ഓപ്പണിങ്സ് ഉണ്ടായി. ആ ഓപ്പണിങ്സിൽ ഹോൾസ് ഉണ്ടായി. ആ ഹോൾസിലേക്ക് DNA അപ്റ്റേക്ക് നടക്കുക, എൻഡോസൈറ്റോസിസ് മുഖേന DNA ഉൾക്കൊള്ളാൻ സാധിക്കും. ദാറ്റ് ഈസ് ട്രാൻസ്ഫെക്ഷൻ. എല്ലാ ബാക്ടീരിയയും എക്സോജീനസ് DNA ഒരുപോലെ ഉള്ളിലേക്ക് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ തയ്യാറായി എന്ന് വരില്ല. അപ്പോൾ അതിനൊരു പ്രാക്ടിക്കൽ അപ്രോച്ച് വേണം ടു മേക്ക് ദ സെൽ കോമ്പീറ്റൻറ്റ് ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA. Okay, not all bacteria are capable of taking up exogenous DNA from their environment. The practical approach to acquire the competent cell is to make bacterial cell artificially competent. Normally അവ അപ്ടേക്ക് അല്ലെങ്കിൽ DNA ഉൾക്കൊള്ളാൻ തയ്യാറല്ല എങ്കിൽ അവയെ എങ്ങനെയാണ് തയ്യാറാക്കുക? ബൈ മേക്കിംഗ് ഇറ്റ് ആർട്ടിഫിഷ്യലി കോമ്പിറ്റൻറ്റ്. അതിന് പല മാർഗങ്ങളുണ്ട്. either by electric impulses or by using chemicals. അതിനെ സെൽസിനെ നമുക്ക് കോമ്പീറ്റൻ്റ് ആക്കാം. നോക്കാം. is to make bacterial cells artificially competent using chemicals or electric impulses. ഇനി ഒരു സെല്ലിനെ കോമ്പീറ്റൻറ്റ് സെൽ എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിലേക്ക് ഒരു RDNA അല്ലെങ്കിൽ RDNA കൂട്ടിച്ചേർക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് ആ RDNA സ്വീകരിക്കാനുള്ള കെൽപ്പുണ്ടാകണം. അങ്ങനെ സ്വീകരിക്കാനുള്ള കെൽപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. അങ്ങനെ രണ്ട് മാർഗ്ഗങ്ങൾ നമ്മൾ പറഞ്ഞു. കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസ് കൊണ്ടും നടക്കും. ഇനി ഒരു സെല്ല്, when a cell is made competent, its cell membrane becomes permeable. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ് DNA, അതുകൊണ്ട് തന്നെ അതിന് ലിപ്പോപ്രോട്ടീനേഷ്യസ് മെംബ്രെയിനിലൂടെ കടന്നു പോകാൻ പ്രയാസമുണ്ട്. അപ്പോൾ ആ ലിപ്പോപ്രോട്ടീനസ് മെംബ്രെയിനിൻ്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവിടെ ഓപ്പണിങ്സിന് തുല്യമായി എന്തെങ്കിലും ഒരു സ്ട്രക്ചറൽ ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാക്കി ആ ഓപ്പണിങ്സിലൂടെ വേണം DNA അകത്തേക്ക് കടത്തിവിടാൻ. ഇനി എങ്ങനെയാണ് ഹോസ്റ്റ് സെല്ലിനെ ഒരു RDNA ഉൾക്കൊള്ളാൻ കോമ്പീറ്റൻ്റ് ആക്കുന്നത് എന്ന് നോക്കാം. അതിന് രണ്ട് മാർഗങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്ഫറാണ്. ഹോസ്റ്റ് സെല്ലിനെ ഡയറക്റ്റായിട്ട് കോമ്പീറ്റൻ്റ് ആക്കുകയാണ്. വിതൗട്ട് യൂസിങ് എനി ഏജൻസ് the RDNA is directly given to the host cell. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് മെത്തേഡ്സ് ടു ടേക്ക് host cells competent in DNA mediated or indirect gene transfer. അതെന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെക്റ്റർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. സോ ഒരു ഫോറിൻ DNA ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് രണ്ട് വിധത്തിലെത്തിക്കാം എന്നർത്ഥം. ഒരു വെക്റ്ററിനെ ഉപയോഗിച്ചും എത്തിക്കാം, വെക്റ്ററിൻ്റെ സഹായമില്ലാതെയും എത്തിക്കാം. വെക്റ്ററിൻ്റെ സഹായത്തോടെ എത്തിക്കുന്നുവെങ്കിൽ അതിനെ ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ എന്ന് പറയും. അല്ലാതെ ഡയറക്റ്റായിട്ട് പല മാർഗങ്ങൾ ഉപയോഗിച്ച് എത്തിക്കാം. ആ രീതിയാണ് ഡയറക്റ്റ് ഓർ വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫർ. മനസ്സിലായല്ലോ? എ ഹോസ്റ്റ് ഈസ് മെയ്ഡ് കോമ്പീറ്റൻറ്റ് ഫോർ ട്രാൻസ്ഫോർമേഷൻ വിത്ത് RDNA ബൈ 2 മെത്തേഡ്സ്.
either by indirect method or vector mediated method or by direct method or vectorless gene transfer. ഇനി വെക്ടർലെസ് ജീൻ ട്രാൻസ്ഫർ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൻ്റെ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ, മറ്റൊന്ന് ഇലക്ട്രോപോറേഷൻ, മറ്റൊന്ന് കെമിക്കൽ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, മറ്റൊന്ന് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. 4 രീതികളാണ് ഡയറക്റ്റായിട്ട് മറ്റാരുടെയും സഹായമില്ലാതെ RDNA മാത്രം സെലക്ട് ചെയ്ത് ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് എത്തിക്കാനുള്ള മാർഗം. അത് വെക്റ്റർ ഇല്ലാതെ DNA ട്രാൻസ്ഫർ ചെയ്യുന്ന രീതികളാണ്. ഒന്ന് മൈക്രോ ഇഞ്ചക്ഷൻ, മറ്റൊന്ന് ഇലക്ട്രോപോറേഷൻ, മറ്റൊന്ന് കെമിക്കൽ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, 4 ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. അപ്പോൾ രണ്ടാമത്തത് ഈ പറഞ്ഞ 2 മെത്തേഡ്സ് ഓർത്തിരിക്കുക. വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫറും വെക്റ്റർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറും. വെക്റ്റർലെസ് ജീൻ ട്രാൻസ്ഫറിന് എക്സാമ്പിൾ ചോദിച്ചാൽ ഇതൊക്കെ പറയാം. മൈക്രോ ഇഞ്ചക്ഷൻ, ഇലക്ട്രോപോറേഷൻ, കെമിക്കൽ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ മെത്തേഡ്. നമുക്ക് നോക്കാം. ജീൻ ട്രാൻസ്ഫറിന് 2 രീതികളാണുള്ളത്. നാച്ചുറലി ജീൻ ട്രാൻസ്ഫർ നടക്കാം, ആർട്ടിഫിഷ്യലി ജീൻ ട്രാൻസ്ഫർ നടക്കാം. നാച്ചുറലി ജീൻ ട്രാൻസ്ഫർ നടക്കുന്നതിന് രീതികളാണ്. ഇതാണെന്ന് നോക്കിയേ. നാച്ചുറൽ ജീൻ ട്രാൻസ്ഫറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പഠിച്ചാണ്. ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് പഠിച്ച ഓർമ്മയുണ്ടോ? ഒരു ബാക്ടീരിയൽ സെല്ല് നമ്മൾ ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻ്റ് ഓർക്കുന്നുണ്ടോ? ഒരു ന്യൂമോണിയ കോസിങ് ബാക്ടീരിയ ഹീറ്റ് കിൽഡ് ഡെഡ് അല്ലെങ്കിൽ ഹീറ്റ് കിൽഡ് ആയിട്ടുള്ള ന്യൂമോകോക്കസ് ബാക്ടീരിയയിൽ നിന്ന് അതിൻ്റെ പാത്തോജനിക് ബിഹേവിയറുള്ള ജീൻ നോൺ പാത്തോജനിക് ഓർഗാനിസത്തിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യപ്പെടുന്ന രീതി കഴിഞ്ഞ വർഷം പഠിച്ചില്ലേ? അപ്പോൾ ആ രീതിയിൽ നാച്ചുറലി ജീൻ ട്രാൻസ്ഫർ നടക്കാം, അല്ലെങ്കിൽ ബൈ കോൺജുഗേഷൻ നടക്കാം. അതും പറഞ്ഞു. ത്രൂ എ കോൺജുഗേഷൻ കനാൽ അഡ്ജസൻറ്റ് ബാക്ടീരിയൽ സെൽസ് കണക്ട് ചെയ്യപ്പെട്ട് ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് ജീൻ ട്രാൻസ്ഫർ നടക്കാം. അല്ല എങ്കിൽ ട്രാൻസ്ഡക്ഷൻ നടക്കാം. ട്രാൻസ്ഡക്ഷൻ എന്താണ്? യൂസിങ് ആൻ ഏജൻസി ഓഫ് വൈറസ്. സാധാരണഗതിയിൽ വൈറസ് ബാക്ടീരിയകളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ DNA ആണ് അകത്തേക്ക് കടത്തി വിടുക. അവിടെയും ജീൻ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇതൊക്കെ നാച്ചുറൽ ജീൻ ട്രാൻസ്ഫർ ആണ്. ഇനി മറ്റൊരു രീതിയാണ് ബൈ ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോസിഷൻ ബൈ ട്രാൻസ്പോസോൺസ്. ട്രാൻസ്പോസോൺസിനെ പറ്റി നമ്മൾ പിന്നീട് പറയും. ട്രാൻസ്പോസോൺസ് എന്ന് പറഞ്ഞാൽ എല്ലാ DNA-യിലുമുള്ള ജമ്പിങ് ജീൻസ് എന്നാണ് പറയുക. അതിനൊരു ഫിക്സഡ് പൊസിഷനില്ല. അവ സമയാസമയം ആവശ്യത്തിനനുസരിച്ച് ചിലപ്പോൾ സ്ഥലം മാറി, ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ചിലത് ഡിലീറ്റ് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് പൊസിഷൻ മാറി അവിടെ നിന്ന് മുറിഞ്ഞു മാറി വേറൊരിടത്ത് ചെന്ന് ചേരാൻ പറ്റുന്ന തരം DNA സീക്വൻസുകളാണ് ട്രാൻസ്പോസോൺസ്. അത് നാച്ചുറലി DNA-യിലുണ്ട്. അവ വഴിയും എന്ത് സാധിക്കും? DNA ട്രാൻസ്ഫർ നടക്കും. ഇനി വെക്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞു വെക്റ്ററിനെ ഉപയോഗിച്ച് ജീൻ ട്രാൻസ്ഫർ നടക്കുന്ന രീതി. അതിനുദാഹരണമാണ് നമ്മൾ നേരത്തെ പഠിച്ച അഗ്രോബാക്ടീരിയം ടൂമിഫാസിയൻസ് മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. അഗ്രോബാക്ടീരിയം എന്ന പാത്തോജനിക് ബാക്ടീരിയ ട്യൂമർ ഇൻഡ്യൂസിങ് ബാക്ടീരിയ ആണ്. അവയുടെ ട്യൂമർ ഇൻഡ്യൂസിങ് ഫീച്ചർ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ ഹാംലെസ് ആയിട്ട് മാറ്റി അതിനെ നമുക്ക് ജീൻ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഡയറക്റ്റ് ട്രാൻസ്ഫറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് ബാക്കിയുള്ളത്. അതിലെ ഫിസിക്കൽ മെത്തേഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇതൊക്കെയാണ് ഇലക്ട്രോപോറേഷൻ, ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ, പിന്നെ മൈക്രോ ഇഞ്ചക്ഷൻ, അതുപോലെ പ്രോട്ടോപ്ലാസ്റ്റ് ഫ്യൂഷൻ. ഇനി കെമിക്കൽ മെത്തേഡ്സ് എന്ന് പറയുന്ന പലതരം കെമിക്കൽസ് ഉപയോഗിച്ച് സെൽ വോൾസിൽ ഘടന വ്യത്യാസം വരുത്തി അതിൽ ജീൻ ട്രാൻസ്ഫർ നടത്തുന്ന രീതിയാണ്. അതിന് പേരുകൾ ജസ്റ്റ് തന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ പോളി എഥിലൈൻ ഗ്ലൈക്കോൾ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫറിനെ പറ്റി ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകും. അതായത് പോളി എഥിലൈൻ ഗ്ലൈക്കോളിനെ പറ്റി കേട്ടിട്ടുണ്ടാകും. PEG ഓർമ്മയില്ലേ? നമ്മൾ സൊമാറ്റിക് ഹൈബ്രിഡൈസേഷനിൽ പറഞ്ഞിരുന്നു PEG.
അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്, പലതരം മെത്തേഡ്സ് ആണ് ജീൻ ട്രാൻസ്ഫറിന് നാച്ചുറലി ആൻഡ് ആർട്ടിഫിഷ്യലി യൂസ്ഡ് മെത്തേഡ്സ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഇലക്ട്രോപോറേഷൻ ഓർ ഇലക്ട്രോ പെർമിയബിലൈസേഷൻ. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മെംബ്രെയിൻ്റെ എബിലിറ്റിയാണ് സൂചിപ്പിക്കുന്നത് ടു പാസ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് ത്രൂ ഇറ്റ്. ഒരു മെംബ്രെയിന് അതിലൂടെ ഏതെങ്കിലും മോളിക്യൂൾസിനെ അല്ലെങ്കിൽ സബ്സ്റ്റൻസിനെ കടത്തിവിടാനുള്ള കഴിവിനെയാണ് പെർമിയബിലിറ്റി എന്ന് പറയുക. ബൈ ഇലക്ട്രിക് ഇമ്പൾസ് അല്ലെങ്കിൽ പറയാം അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ദ സെൽ വാൾ ഇസ് മെയ്ഡ് പെർമിയബിൾ ടു ട്രാൻസ്ഫർ ജീൻസ് ത്രൂ ഇറ്റ്. സെൽ വാളിലെ ഓപ്പണിങ്സിലൂടെ നാച്ചുറലി DNA കടന്നു പോകില്ല. അപ്പോൾ ആ DNA കടന്നു പോകാൻ തക്കവണ്ണം അതിലുള്ള ഓപ്പണിങ്സ് ഒന്ന് വൈഡൻ ചെയ്യിക്കുക, അല്ലെങ്കിൽ അതിന് ഓപ്പണിങ്സിന് വീതി കൂട്ടി സ്ഥലമുണ്ടാക്കി DNA കടത്തിവിടുന്ന രീതിയാണ്. അതിന് ഉപയോഗിക്കുന്നത് ഇലക്ട്രിക് ഇമ്പൾസ് ആണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോപോറേഷൻ ഓർ ഇലക്ട്രോ പെർമിയബിലൈസേഷൻ, where an electric field is applied to the cell in order to increase the permeability of the cell membrane, allowing chemicals, drugs or DNA to be introduced into the cell. നമുക്കിവിടെ ആവശ്യം RDNA ആണ്. RDNAയോ അല്ലെങ്കിൽ കെമിക്കൽസിനെയോ അല്ലെങ്കിൽ ഡ്രഗ്സിനെയോ കടത്തിവിടാൻ വേണ്ടി സെൽ വാളിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു രീതിയാണ് പറയുന്നത് ഇലക്ട്രോപോറേഷൻ ഓർ ഇലക്ട്രോ പെർമിയബിലൈസേഷൻ. അതുവഴി ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് സെൽ വാളിലെ ഓപ്പണിങ്സ് വൈഡൻ ചെയ്യിച്ച് ആ ഓപ്പണിങ്ങിലൂടെ DNA അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായ RDNA കടത്തിവിടുക. ഇനി എങ്ങനെയാണ് അങ്ങനെ സാധിക്കുക? പല രീതിയിൽ സാധിക്കുമെന്ന് പറഞ്ഞു. ഹൗ ക്യാൻ എ ഹോസ്റ്റ് ബി മെയ്ഡ് കോമ്പീറ്റൻറ്റ്? ഒരു ഹോസ്റ്റിനെ എങ്ങനെ കോമ്പീറ്റൻ്റ് ആക്കി മാറ്റാം, അല്ലെങ്കിൽ ടു ടേക്ക് അപ്പ് ദ DNA അതിനെ എങ്ങനെ പ്രാപ്തമാക്കാം, അല്ലേ? മെത്തേഡ് to make host cells competent in DNA mediated gene transfer എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വെക്റ്റർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. ഒരു വെക്റ്ററിനെ ഉപയോഗിച്ച് ജീൻ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു സെല്ലിനെ എങ്ങനെ പ്രാപ്തമാക്കാം? Bacterial cells are made capable of taking up DNA by treating them with a specific concentration of a divalent cation such as calcium, which increases the efficiency with which the DNA enters the bacterium through the pores in its cell wall. നമ്മൾ സെൽ വാളിൻ്റെ സ്ട്രക്ചർ പഠിച്ചതാണ്. സെൽ വാള് നിർമ്മിച്ചിരിക്കുന്നത് സെൽ വാൾ എന്ന് പറയുന്നതിൻ്റെ ഒരു കോമൺ വാള്, അഡ്ജസൻറ്റ് സെൽസിനുള്ള ഒരു കോമൺ വാളാണ് മിഡിൽ ലാമല്ല. കാൽഷ്യവും അല്ലെങ്കിൽ മഗ്നീഷ്യം പെക്റ്റേറ്റ്സ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതിൽ ഓപ്പണിങ്സ് ഉണ്ട്. ഓപ്പണിങ്സ് ആണ് പിറ്റ് എന്ന് പറയുന്നത്. ഈ പിറ്റ് ഓപ്പണിങ്സ് തീരെ ചെറുതാണ്. സൈറ്റോപ്ലാസ്മിക് കണക്ഷൻസ്, രണ്ട് സെല്ലുകൾ തങ്ങളിലുള്ള സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, സൈക്ലോസിസ് ഒക്കെ നടക്കുന്നത് ആ പിറ്റിലൂടെയാണ്. എങ്കിലും ഒരു എക്സ്ട്രാ DNA, ഒരു സെല്ലിൻ്റേതല്ലാത്ത ഒരു DNA ഉൾക്കടത്തിവിടാൻ ചിലപ്പോൾ പിറ്റിനൂടെ സാധിച്ചില്ല എന്ന് വരാം. അങ്ങനെ വരുമ്പോൾ ആ പിറ്റ് ഓപ്പണിങ്ങിനെ, അതിൻ്റെ സ്പേസ് ഒന്ന് കൂട്ടാൻ, പിറ്റ് ഓപ്പണിങ് വൈഡൻ ചെയ്യിക്കാൻ എന്ത് ചെയ്യും? ബാക്ടീരിയൽ സെൽസ് ആർ ട്രീറ്റഡ് വിത്ത് ഡൈവാലൻറ്റ് കാറ്റയോൺ. എന്തിനു വേണ്ടിയാണ്? ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി വിത്ത് വിച്ച് DNA എൻറ്റേഴ്സ് ദ ബാക്ടീരിയം. ആ പോഴ്സിലൂടെ DNA കടത്തിവിടാൻ തക്കവണ്ണം എഫിഷ്യൻ്റാക്കി അതിനെ ഓപ്പണിംഗ് വൈഡൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ഡൈവാലൻ കാറ്റയോൺ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് കോൺസെൻട്രേഷനിൽ ഡൈവാലൻ കാറ്റയോൺസ് അപ്ലൈ ചെയ്ത് അതിന് അതിൻ്റെ കോമ്പീറ്റൻ്റ് ആക്കി മാറ്റുന്നത്. അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്നറിയാമോ? ഡൈവാലൻ കാറ്റയോൺ കൊടുത്ത് ആ സെല്ലിൻ്റെ വോളിലുള്ള ഓപ്പണിങ്സ് ഒന്ന് വൈഡൻ ചെയ്യിച്ചിട്ട് അതിനൊരു ചെറിയ ഷോക്ക് കൊടുക്കും. ദാറ്റ് ഷോക്ക് ഇസ് കോൾഡ് ഹീറ്റ് ഷോക്ക്. ഹീറ്റ് ഷോക്ക് ദ സെൽ ആൻഡ് പ്ലാസ്മിഡ്. അത് ഒരു മിക്സ്ചറാണ്. സെല്ലും നമുക്ക് കടത്തേണ്ട പ്ലാസ്മിഡും കൂടെ ചേർന്ന മിക്സ്ചറിനെ ചെറുതായിട്ടൊന്ന് ഒരു ചൂട് അല്ലെങ്കിൽ ഒരു ഹീറ്റ് ഷോക്കാണ് കൊടുക്കുന്നത്. ഹീറ്റ് ഷോക്ക് കൊടുക്കുമ്പോൾ അത് സെല്ലിനെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ അതിനെ പെട്ടെന്ന് മറ്റൊരു കണ്ടീഷനിലേക്ക് മാറ്റും. നോക്കാം. വെൻ ഹീറ്റ് ഷോക്ക്
the cell and the plasmid mixture by placing it in water bath at 42 degrees Celsius for 30 seconds. കൂടുതൽ നേരമൊന്നും കൊടുക്കില്ല, 30 സെക്കൻഡ് നേരം 42 ഡിഗ്രി സെൽഷ്യസിലൊന്ന് ഒരു ഷോക്ക്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനെ ഒരു വാട്ടർ ബാത്തിലേക്ക് അല്ലെങ്കിൽ ഐസ് കണ്ടെയ്നിങ് വാട്ടർ ബാത്തിലേക്കാണ് വെക്കും. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ടേക്കിംഗ് ദ ട്യൂബ് ഔട്ട് ഓഫ് ദ വാട്ടർ ബാത്ത്, put it in an ice on ice and അതിൻ്റെ ആ ടെമ്പറേച്ചർ കുറച്ച് കൊണ്ടുവരും. കാരണം ആ സെല്ല് നശിച്ചു പോകാതിരിക്കാൻ 42 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് അതിനെ എന്തായിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറച്ച് 37 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അത് ആ സെല്ല് റിക്കവർ ചെയ്യുന്നത് വരെ, അതായത് ആ ഹീറ്റ് ഷോക്ക് കൊണ്ട് DNA അകത്ത് കടന്ന് കാണും. ആ അകത്ത് കടന്ന DNA അകത്ത് കടക്കാൻ വേണ്ടിയാണ് ആ ഹീറ്റ് ഷോക്ക് കൊടുത്തതെങ്കിലും അങ്ങനെ കൊടുത്ത ഷോക്ക് കൊണ്ട് സെല്ലിന് നാശം വരാതെ ഇരിക്കാനാണ് പെട്ടെന്ന് അതിനെ ഐസിലേക്ക് പ്ലേസ് ചെയ്യുന്നത്, വീണ്ടും അതിനെ ഒന്ന് റിക്കവർ ചെയ്യിക്കാൻ വേണ്ടി. ഓക്കെ, സോ ഇവിടെ ഇതാണ് പറഞ്ഞിരിക്കുന്നത്, പ്രിപ്പറേഷൻ ഓഫ് കോമ്പീറ്റൻറ്റ് സെൽസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ബൈ ഹീറ്റ് ഷോക്ക്. ചൂടാക്കിക്കൊണ്ട് ചെറുതായിട്ട് ആ ഓപ്പണിങ്സ് ഒന്ന് വൈഡൻ ചെയ്യിച്ച് ഒരു ഫോറിൻ DNA ഒരു സെല്ലിനകത്തേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയാണ്. ഓക്കെ, ഇനി എന്തിനാണ് ഐസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? The process of making competent cell is challenging due to the need for the cell to stay cold. ചൂട് കൂടിയിരുന്നാൽ സെല്ലിന് ചിലപ്പോൾ നാശം സംഭവിക്കാം. The cells are so sensitive and fragile. അവ നശിച്ചു പോകാം. While they are being made competent. അവയെ RDNA ഉൾക്കൊള്ളാനുള്ള രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്യുമ്പോൾ അവ നശിച്ചു പോകാതെ ഇരിക്കാൻ ടെമ്പറേച്ചർ മെയിൻ്റനൻസ് നടത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് അതിനെ തണുപ്പിലേക്ക് മാറ്റുന്നത്. കീപ്പിംഗ് ദ ടെമ്പറേച്ചർ ലോ ഹെൽപ്സ് ടു അവോയ്ഡ് സെൽ ഡെത്ത് ഡ്യൂറിങ് പ്രോസസ്സിങ്. അപ്പോൾ ഒരു മാർഗ്ഗമാണ് നമ്മൾ പറഞ്ഞത്, ടെമ്പറേച്ചർ കൊടുത്ത് ഒരു ഹീറ്റ് ഷോക്ക് കൊടുത്തിട്ട് ആ ഹീറ്റ് ഷോക്കിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പെട്ടെന്ന് അതിനെ ഐസിലേക്ക് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും അത് പിന്നെ സെല്ല് ഉൾക്കൊള്ളുന്ന രീതിയിൽ ചെറുതായിട്ട് ആ പോഴ്സ് ആവശ്യത്തിന് വൈഡൻ ചെയ്യിക്കുന്നത് വരെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് ചൂട് കൊടുക്കുകയും തണുപ്പിക്കുകയും ചെയ്ത് ആ സെല്ലിനെ കോമ്പീറ്റൻ്റ് ആക്കുകയാണ് ടു ടേക്ക് അപ്പ് ദ ഫോറിൻ DNA സെഗ്മെൻറ്റ്, അതായത് RDNA സെഗ്മെൻറ്റ്. ബൈ എക്സ്പോസിങ് സെൽ ടു എ സഡൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓർ ഹീറ്റ് ഷോക്ക്, എ പ്രഷർ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഔട്ട്സൈഡ് ആൻഡ് ദ ഇൻസൈഡ് ഓഫ് ദ സെൽ ഇസ് ക്രിയേറ്റഡ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദാറ്റ് ഇൻഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് പോഴ്സ്. അവിടെ ഓൾറെഡി പോഴ്സ് ഉണ്ട്. ഫോർമേഷൻ എന്ന് പറയുന്നതിന് കാരണം കുറച്ചുകൂടെ വലുതാകുമ്പോൾ പോഴ്സ് ഒന്നുകൂടെ ക്ലിയർ ആകുകയാണ്. അതിലൂടെ ത്രൂ വിച്ച് ദ സൂപ്പർ കോയിൽഡ് പ്ലാസ്മിഡ് DNA ക്യാൻ എൻറ്റർ. ഓൾറെഡി പിറ്റ്സ് എന്ന് പറയുന്ന ഓപ്പണിങ്സ് ഉണ്ട്. ആ ഓപ്പണിങ് ഒന്നുകൂടി വൈഡൻ ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഹോളായി മാറുന്നു. അപ്പോൾ DNA അതിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന തരത്തിലാകും. അവിടെ നോക്കിയേ, സെൽ മെംബ്രെയിനിൽ ബിഫോർ ഇലക്ട്രിക് പൾസ് കൊടുക്കുന്നതിന് മുമ്പാണിത്. അതിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വോൾട്ടേജ് അനുസരിച്ച് അതിലെ ഓപ്പണിങ്സ് ഒന്ന് വൈഡൻ ചെയ്യിക്കുന്നു. അങ്ങനെ ഓപ്പണിങ് വൈഡൻ ചെയ്യിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അതിനെ ഇതിന് പുറമേയുള്ള പിന്നെ DNA അല്ലെങ്കിൽ മോളിക്യൂൾസിനെ അകത്തേക്ക് കടത്തിവിടാൻ സാധിക്കുന്നു. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതിയാണ് മൈക്രോ ഇഞ്ചക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞത് ജീൻ ട്രാൻസ്ഫറിന് 2 രീതികളാണുള്ളത്. പിന്നെ ഡയറക്റ്റ് ട്രാൻസ്ഫറും ഉണ്ട്, ഇൻഡയറക്റ്റ് ട്രാൻസ്ഫറും ഉണ്ട്. അതിലെ ഡയറക്റ്റ് ട്രാൻസ്ഫറിൻ്റെ ഒരു രീതിയാണ് നമ്മൾ പറഞ്ഞത് ഇലക്ട്രോപോറേഷൻ, അല്ലെങ്കിൽ പറയുന്ന ബൈ പ്രൊവൈഡിങ് ഹീറ്റ് ഷോക്ക്. ഇലക്ട്രോപോറേഷൻ ആൻഡ് ഹീറ്റ് ഷോക്ക്. ആദ്യം ഒരു ഡൈവാലൻ കാറ്റയൺ അപ്ലൈ ചെയ്ത് അതിൻ്റെ പോഴ്സിനെ ഒന്ന് വൈഡൻ ചെയ്യിച്ചിട്ട് അതിനൊരു ചെറിയ ഹീറ്റ് ഷോക്ക് കൊടുത്ത് RDNA കടത്തിവിടുകയാണ് ഒരു സെല്ലിനകത്തേക്ക്. ഇനി രണ്ടാമത്തെ ഡയറക്റ്റ് മെത്തേഡാണ് മൈക്രോ ഇഞ്ചക്ഷൻ. പേരിൽ നിന്ന് തന്നെ അറിയാം, that RDNA is injected into the nucleus of the cell directly using micro syringe. നോക്കിയേ, ഇവിടെ മൈക്രോ സിറിഞ്ച് ഉപയോഗിച്ച് സെല്ലിനുള്ളിലേക്ക് സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്തേക്ക് ഫോറിൻ DNA കൊണ്ടെത്തിക്കുകയാണ്.
ഇഞ്ചക്ഷൻ ഈസ് എ ടെക്നിക് ഓഫ് ഡെലിവറിങ് ഫോറിൻ DNA ഇൻറ്റു എ ലിവിങ് സെൽ. അതായത് ഒരു സെല്ലാകാം, അല്ലെങ്കിൽ ഒരു എഗ് സെല്ലാകാം, ഒരു ഊസൈറ്റ് ആകാം, അല്ലെങ്കിൽ എംബ്രിയോസ് ആകാം, ആനിമൽസ്. അതിന് മൈക്രോ പിപ്പറ്റ് അല്ലെങ്കിൽ മൈക്രോ സിറിഞ്ചസ് ഉപയോഗിച്ച് ഈ സെല്ലിനുള്ളിലേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തേക്ക്, അനിമൽ സെല്ലിൽ ന്യൂക്ലിയസിനകത്തേക്ക് RDNA എത്തിക്കുന്ന രീതിയാണ് മൈക്രോ ഇഞ്ചക്ഷൻ. ഇത് പ്രധാനമായിട്ടും ആനിമൽ സെൽസിലാണ് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ രീതിയാണ് ജീൻ ഗൺ. ആനിമൽ സെൽസിൽ ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞു മൈക്രോ ഇഞ്ചക്ഷൻ. അതുപോലെ പ്ലാന്റ്സിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ജീൻ ഗൺ. ഇവിടെ ഒരു RDNA ബുള്ളറ്റ്സ് രൂപത്തിലാക്കുകയാണ്. ബുള്ളറ്റ്സ് രൂപത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഹീലിയം അല്ലെങ്കിൽ ടങ്സ്റ്റൺ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ബുള്ളറ്റ്സ് ആക്കി മാറ്റും. എന്നിട്ട് ഏത് ഓർഗാനിസത്തിലേക്ക്, ഏത് പ്ലാന്റിലേക്കാണോ ആ RDNA എത്തിക്കേണ്ടത് അതിനെ അതിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് യൂസിങ് എ ജീൻ ഗൺ. നോക്കാം. It is the simplest method of direct introduction of therapeutic DNA into target cells. Look like a pistol but works more like a shotgun. Golden pellets. First described as a method of gene transfer into plants, John Sanford at Cornell University in 1987. This device is able to transform almost any type of cell, including plants, and is not limited to genetic material of the nucleus. It can transform organelles including plastids. പ്ലാന്റ് സെല്ലിൽ എല്ലായിടവും ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് ഈ ജീൻ ഗൺ അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് ഉപയോഗിക്കാം. അതിനായിട്ട് എന്താ ചെയ്യുന്നത്? The device injects the cell with the genetic information using heavy metal elements bullet coated with the plasmid DNA. ടങ്സ്റ്റണോ അല്ലെങ്കിൽ ഗോൾഡ് പ്ലേറ്റഡ് ബുള്ളറ്റ്സ് ആക്കി മാറ്റി അതിനെ ലീഫിലേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ സെല്ലിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് പറയുന്നത് ബയോലിസ്റ്റിക്സ് ഓർ ജീൻ ഗൺ. ഇനി ഒരു രീതി കൂടി നമ്മൾ പറഞ്ഞു, ബൈ കെമിക്കൽസ്. പലതരം കെമിക്കൽസ് ഉപയോഗിച്ച് പ്ലാന്റ് സെൽ വാളിൽ ചേഞ്ചസ് വരുത്തി അതിലൂടെ സെല്ലിനകത്തേക്ക് RDNA കടത്തിവിടാം. ഇനി നമ്മൾ പറഞ്ഞ ഇൻഡയറക്റ്റ് മെത്തേഡാണ് പറയുന്നത് ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സ്. പേര് സൂചിപ്പിക്കുന്ന പോലെ അവയെ ഡിസ്ഹാം ചെയ്യുകയാണ്, ഹാം ഇല്ലാതെയാക്കിയാണ്. പാത്തോജൻ ആണവ, പക്ഷേ പാത്തോജനിക് ബിഹേവിയർ നമ്മൾ ഇല്ലാതെയാക്കി അതിൻ്റെ DNA-യിൽ പാത്തോജനിക് ബിഹേവിയറിനെ ഇല്ലാതെയാക്കി ഹാംലെസ് ആക്കി മാറ്റി നോൺ പാത്തോജനിക്കായിട്ട് അതിനെ DNA ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്നു. സോ ഡിലീറ്റ് ജീൻസ് ദാറ്റ് ആർ പാത്തോജനിക്. ആ ഒരു ഓർഗാനിസത്തിലെ പാത്തോജനിക് ആയിട്ടുള്ള ജീൻസിനെ ഡിലീറ്റ് ചെയ്ത് അതിനെ ഡിസാം ചെയ്യിച്ച് ഉപയോഗിക്കുമ്പോൾ എന്ത് വിളിക്കും? ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സ്. അത് പ്ലാസ്മിഡ് ആകാം. ഇപ്പോൾ ബാക്ടീരിയൽ സെല്ല് പാത്തോജനിക് ബാക്ടീരിയകളിലാണ് ആ പ്ലാസ്മിഡ് ഉള്ളതെങ്കിൽ അതിൻ്റെ ആ പാത്തോജനിക് ബിഹേവിയർ ഇല്ലാതാക്കിയ പ്ലാസ്മിഡ് ഉപയോഗിക്കണം. അതല്ല വൈറസസിലാണെങ്കിൽ അവ ഓൾറെഡി പാത്തോജനിക് ആണ്, പാത്തോജനിക് ബിഹേവിയർ ഇല്ലാതെയാക്കി അതിനെ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സിന് എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ എഴുതാം. ഒന്ന് അഗ്രോ ബാക്ടീരിയം, അതായത് പ്ലാന്റ്സിൽ നമ്മൾ നേരത്തെ പഠിച്ചു ട്യൂമർ ഇൻഡ്യൂസിങ് ബാക്ടീരിയം എന്ന്. നോർമൽ സെൽസിനെ ക്യാൻസറസ് ഗ്രോത്ത് ആക്കി മാറ്റാൻ കഴിവുള്ള അഗ്രോ ബാക്ടീരിയം. അതിൻ്റെ ഹാംഫുൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ക്യാൻസറസ് ഗ്രോത്താണ്. ആ ക്യാൻസറസ് ഗ്രോത്ത് ഉണ്ടാകുന്നത് തടഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ജീനിൽ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അതിനെ ഡിസാം ചെയ്യിച്ച് നമുക്കതിനെ DNA ട്രാൻസ്ഫറിന് വേണ്ടി RDNA ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ക്യാൻസറിന് കാരണമായ റിട്രോ വൈറൽ DNA-യും ഇതുപോലെ ഡിസാംഡ് പാത്തോജൻ വെക്റ്റേഴ്സായിട്ട് ഉപയോഗിക്കാം. നോക്കിയേ, നമ്മളിപ്പോൾ പറഞ്ഞ അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസിലെ TI പ്ലാസ്മിഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. TI പ്ലാസ്മിഡിൻ്റെ വിറുലൻ്റ് പാർട്ട് അല്ലെങ്കിൽ ആ പാത്തോജനിക് പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പാത്തോജനിക് പാർട്ട് റിമൂവ് ആൻഡ് റീപ്ലേസ് ദീസ് ജീൻസ്. ആ ജീൻസിനെ റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ സെഗ്മെൻറ്റ് ആഡ് ചെയ്ത്, പക്ഷേ ഈ DNA-യിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന ബേസ് സീക്വൻസ് ഉള്ളതുകൊണ്ട് ഈ പ്ലാസ്മിഡ് DNA-ക്ക് ഏതൊരു ഓർഗാനിസത്തിലും തൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ കഴിവുള്ളതുകൊണ്ട്
ഈ ഡി എൻ എയിലേക്ക് നമുക്ക് ആവശ്യമായ ഫോറിൻ ഡി എൻ എ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഈ വെക്ടറിനെ ആ ഓർഗാനിസത്തിലേക്ക് കടത്തിവിടാൻ പറ്റും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഡിസാംഡ് പാത്തജൻ വെക്ടേഴ്സ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫാസിയൻസിൻ്റെ പ്ലാസ്മിഡ് വെക്ടർ എടുത്ത് അതിലെ TI പ്ലാസ്മിഡ് എന്ന് പറയുന്ന ആ പ്ലാസ്മിഡിലെ tDNA സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് അവിടേക്ക് ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് അതിലേക്ക് കൂട്ടിച്ചേർത്ത് ഒരു rDNA ആക്കി മാറ്റി ആ rDNA ഉൾക്കൊള്ളുന്ന ഈ വെക്ടറിനെ ഒരു പ്ലാന്റ് സെല്ലിലേക്ക് കടത്തി കൊടുത്ത് ആ പ്ലാന്റ് സെല്ലിൽ ഈ വെക്ടറിലുള്ള ഈ പർട്ടിക്കുലർ ജീൻ സെഗ്മെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഈ പ്ലാന്റിൽ ഉണ്ടാക്കിയെടുക്കും. മനസ്സിലായല്ലോ? ദാറ്റ് ഈസ് ഇൻഡയറക്റ്റ് ജീൻ ട്രാൻസ്ഫർ ഓർ വെക്ടർ മീഡിയേറ്റഡ് ജീൻ ട്രാൻസ്ഫർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയാണ്. അതിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. അതായത് എന്തൊക്കെയാണ് ടൂൾസ് വേണ്ടത് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി നടത്താനെന്ന് പറഞ്ഞു. അതിൽ സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസ് വേണം, ലിഗേസ് എൻസൈം വേണം, ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് വേണം. ആ ജീൻ സെഗ്മെൻറ്റിനെ കൊണ്ട് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഒരു ഹോസ്റ്റ് സെല്ലിലെത്തിക്കാം. ഡയറക്റ്റായിട്ടാണെങ്കിൽ ബൈ ഇലക്ട്രോപോറേഷൻ, അല്ലെങ്കിൽ ബൈ മൈക്രോ ഇഞ്ചക്ഷൻ, അല്ലെങ്കിൽ ബൈ ജീൻ ഗൺ ഓർ ബയോലിസ്റ്റിക്സ് DNA ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യാം. അല്ല എങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഒരു വെക്ടറിൻ്റെ DNA കടത്തിയിട്ട് ആ വെക്ടറിൻ്റെ DNA ഒരു ഹോസ്റ്റ് സെല്ലിലേക്ക് കൊടുക്കാം. അല്ലേ? ഇനി ഇതിൽ നടക്കുന്ന പ്രോസസ്സസ് എന്തൊക്കെയാണെന്നാണ് പറയുക. നമ്മളിവിടെ ഇതുവരെ പറഞ്ഞത് ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് എന്നൊരു ടേം മാത്രമാണ്. ഇനി എങ്ങനെയാണ് ആ ജീൻ സെഗ്മെൻറ്റ് വേർതിരിച്ചെടുക്കുന്നത്? സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ചാൽ മാത്രം മതിയോ? അതിനെന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ഡീറ്റെയിൽസ് പഠിക്കണം. ഈ ക്ലാസ്സിൽ നമ്മൾ തൽക്കാലം ആ പ്രോസസ്സസിൻ്റെ ടേംസ് അല്ലെങ്കിൽ ആ ഹെഡിങ്സ് മാത്രം ഒന്ന് പറയുന്നതേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നമുക്ക് നോക്കാം പ്രോസസ്സസ് ഓഫ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റ് എവിടെയാണോ ആ ജീൻ സെഗ്മെൻറ്റിൻ്റെ സോഴ്സ് കണ്ടെത്തണം. ആ ജീൻ സെഗ്മെൻറ്റിൻ്റെ ബേസ് സീക്വൻസ് മനസ്സിലാക്കണം. ആ ബേസ് സീക്വൻസിൽ മുറിവുണ്ടാക്കാൻ പറ്റിയ റെസ്ട്രിക്ഷൻ എൻസൈം ഏതെന്ന് കണ്ടെത്തണം. ആ റെസ്ട്രിക്ഷൻ എൻസൈം അതിനെ ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പ് ജനറ്റിക് മെറ്റീരിയലിനെ മൊത്തമായിട്ട് ഒരു സെല്ലിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ ഐസൊലേറ്റ് ചെയ്യണം. റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ് ജനറ്റിക് മെറ്റീരിയൽ ആദ്യം ഐസൊലേറ്റ് ചെയ്യുന്നു. DNA ലോങ് സ്ട്രാൻഡ് ഓഫ് DNA ആയിട്ട് എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്നു? അങ്ങനെ ഐസൊലേറ്റ് ചെയ്ത ജനറ്റിക് മെറ്റീരിയലിൽ നമുക്ക് വേണ്ട ജീൻ സെഗ്മെൻറ്റിൻ്റെ ബേസ് സീക്വൻസ് അറിയണം. ആ ബേസ് സീക്വൻസിൽ മുറിവുണ്ടാക്കാൻ പറ്റുന്നത് ഏത് ടൈപ്പ് റെസ്ട്രിക്ഷൻ എൻസൈം എന്നറിയണം. ആ റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിച്ച് ഈ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് കിട്ടിയ DNAയിൽ നിന്ന് ആ സെഗ്മെൻറ്റിനെ മുറിച്ചെടുക്കണം. അതിനെന്ത് വേണം? ആ സെഗ്മെൻറ്റുകൾ ഹോൾ DNA ഫ്രാഗ്മെൻറ്റ്സ് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ അല്ലെങ്കിൽ ഒരു ടിഷ്യൂവിൻ്റെ ആണെങ്കിൽ ആ ടിഷ്യൂവിലെ എല്ലാ സെല്ലിലെയും DNA ഉണ്ടാകും. ആ DNAകളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബേസ് സീക്വൻസ് മാത്രം കിട്ടാൻ എന്ത് വേണം? സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം അതിനോട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ റെസ്ട്രിക്ഷൻ എൻസൈം DNAയിൽ പരതി അതിന് മുറിവുണ്ടാക്കാവുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അതിൽ മുറിവുണ്ടാക്കും. അങ്ങനെ DNA ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടാകുമല്ലോ. അങ്ങനെയുണ്ടായ DNA ഫ്രാഗ്മെൻറ്റ്സിനെ അതിൽ നിന്ന് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് ആ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടതിനെ ഐസൊലേറ്റ് ചെയ്യണം. അങ്ങനെ കിട്ടിയ ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റുകളെ അവയുടെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കണം. ഒരു സെല്ലിൽ നിന്ന് കിട്ടിയ ഒരു ജീൻ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു സെല്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ മെനി കോപ്പീസ് എടുത്താൽ ധാരാളം ഹോസ്റ്റ് സെല്ലിലേക്ക് ആ DNA എത്തിക്കാം. അപ്പോൾ ആ ജീൻ സെഗ്മെൻറ്റിൻ്റെ തന്നെ മെനി കോപ്പീസ് എടുക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ദാറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീനിൻ്റെ മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നു യൂസിങ് PCR. PCR എന്ന് പറഞ്ഞാൽ ഒരു ടെക്നിക്കാണ് ടു പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് എ ജീൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് വിളിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇനി അങ്ങനെ
മൾട്ടിപ്പിൾ കോപ്പീസ് എടുത്തുവെങ്കിൽ ആ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ഡിസൈഡ് ജീൻ സെഗ്മെൻറ്റിനെ ലിഗേറ്റ് ചെയ്യണം ഏതെങ്കിലും വെക്റ്ററിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റ് സെല്ലിലേക്കോ. ഹോസ്റ്റ് സെല്ലിലേക്ക് ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ ഡിസൈഡ് വെക്റ്ററിലേക്കോ അതിനെ ലിഗേറ്റ് ചെയ്യണം. ഇനി അങ്ങനെ ലിഗേറ്റ് ചെയ്തിട്ട് ആ RDNA ഒരു ഹോസ്റ്റ് സെല്ലിലെത്തിച്ച് ആ ഹോസ്റ്റ് സെല്ലിൽ ഇൻസേർഷൻ ഓഫ് ദാറ്റ് റീകോമ്പിനൻറ്റ് DNA ഇൻറ്റു എ ഹോസ്റ്റ് സെൽ ആൻഡ് ഹോസ്റ്റ് സെൽ ഓർ ഓർഗാനിസം. ഇനി അതുമാത്രമല്ല ആ സെല്ലിൽ അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൽ ആ ജീനിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കണം. ആ ജീനിൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുക? ആ ജീൻ ആ ഹോസ്റ്റ് സെല്ലിലെത്തി അതിന് വേണ്ട RNA പ്രൊഡ്യൂസ് ചെയ്ത് ആ RNA ഒരു പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുമ്പോൾ ആ ഫോറിൻ ജീൻ സെഗ്മെൻറ്റിൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാകുമല്ലോ. ദാറ്റ് ഈസ് ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ദെൻ ഇനി ആ ജീൻ പ്രോഡക്റ്റിനെ അതൊരു ഒരു 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 ഡ്രഗാകാം, അല്ലെങ്കിൽ ഒരു പിന്നെ ഹോർമോണാകാം, എന്തും അല്ലെങ്കിൽ ഒരു ഏത് വസ്തുവാണെങ്കിലും ശരി, അതിൻ്റെ പ്യുവർ ഫോമിൽ അത് മറ്റ് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ലാത്ത രീതിയിൽ അതിനെ ഐസൊലേറ്റ് ചെയ്ത് അതിനെ വേർതിരിച്ചെടുത്ത് അതിനെ ഒരു പാക്ഡ് ഐറ്റമായിട്ട് അല്ലെങ്കിൽ ഒരു പാക്ഡ് ഗുഡായിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റായിട്ട് എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ളതാണ് ലാസ്റ്റ് പറയുക. ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്. ഇത്രയുമാണ് RDNA ടെക്നോളജിയിൽ നടക്കുന്ന പ്രോസസ്സുകൾ. നമുക്കൊന്നുകൂടി നോക്കാം. ഐസൊലേഷൻ ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഫുൾ DNA ആയിട്ട് എടുക്കുന്നു. അതിൽ നിന്ന് നമുക്ക് വേണ്ടതിനെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ മുറിച്ചെടുക്കാനായിട്ട് സ്യൂട്ടായിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈം ഉപയോഗിക്കുന്നു. റെസ്ട്രിക്ഷൻ എൻസൈം ഡൈജഷൻ, എന്നിട്ട് ജെൽ ഇലക്ട്രോഫോറസിസ് ഉപയോഗിച്ച് അതിനെ ഫ്രാഗ്മെൻറ്റ്സിനെ ഐസൊലേറ്റ് ചെയ്യുന്നു. ആ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ ആംപ്ലിഫിക്കേഷൻ യൂസിങ് PCR മൾട്ടിപ്പിൾ കോപ്പീസ് എടുക്കുന്നു. ആ കോപ്പീസിനെ ആവശ്യമായ DNA-കളിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ലിഗേഷൻ, അതായത് വെക്ടറിൻ്റെ DNA-യിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റിൻ്റെ DNA-യിലേക്കോ കൂട്ടിച്ചേർക്കുന്നു. ദാറ്റ് ഈസ് ഇൻസേർഷൻ ഓഫ് റീകോമ്പിനൻറ്റ് DNA ഇൻറ്റു ഹോസ്റ്റ് സെൽ. അതൊരു വെക്ടറിനെ ഉപയോഗിച്ചാണെങ്കിൽ ആ വെക്ടറിനെ ആ ഹോസ്റ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. ഇനി ആ ഹോസ്റ്റ് സെല്ലിൽ ആ ഫോറിൻ ജീൻ്റെ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നു. ഒബ്റ്റെയിനിങ് ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, separation and isolation in pure form of that gene product. That is downstream processing. Okay, ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. വീണ്ടും കാണുന്നവരെ ബൈ.